ഒരിക്കലും ചേരാത്ത ട്രാജഡിയും ചൈൽഡ്ഹുഡ് ഡ്രാമയും ആക്ഷനും റൊമാൻസും ക്രൈം ത്രില്ലറും സൂപ്പർ നാച്ചുറൽ എലമെൻസും അങ്ങനെ ഒരു ക്യാരക്ടറിൽ മാത്രം അടങ്ങാത്ത ഒരുപാട് കാര്യങ്ങൾ കമ്പൈൻ ചെയ്ത ക്യാരക്ടറാണ് ബാറ്റ്മാൻ അഥവാ ദ ഡാർക്ക് നൈറ്റ്. 2008 മുതൽ 2022 വരെ മോഡേൺസ് മൂവീസിൽ 3 ആക്ടേഴ്സ് ബാറ്റ്മാനെ പോർട്രേ ചെയ്തിട്ടുണ്ട്. 4 ഡയറക്ടേഴ്സും ബാറ്റ്മാനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിലാരാണ് ബാറ്റ്മാൻ ഏറ്റവും നന്നായിട്ട് പോർട്രേ ചെയ്തതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അക്ഷയ്, വെൽക്കം ടു സ്റ്റാറ്റിക് ഷോ. സോ ദ ഫസ്റ്റ് ഡയറക്ടർ ക്രിസ്റ്റഫർ നോളൻ, പെർഫോംഡ് ബൈ ക്രിസ്ത്യൻ ബേൽ. 3 മൂവീസ്, 3 ബ്ലോക്ക് ബസ്റ്റർ. നോളൻ ഒരു റിയലിസ്റ്റിക് ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ ബാറ്റ്മാൻ്റെ റിയലിസ്റ്റിക്കും ഹ്യൂമൻ സൈഡുമായ ബ്രൂസ് വെയിനെയാണ് കൂടുതലും ആൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ബ്രൂസ് വെയിൻ തൻ്റെ ഉള്ളിലുള്ള ഫിയേഴ്സും ഇൻസെക്യൂരിറ്റീസും ഓവർകം ചെയ്യുന്നതാണ് ഈ 3 മൂവീസിൻ്റെയും മെയിൻ തീം. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ ബേൽ ബ്രൂസ് വെയിനായിട്ട് ഒരു ക്ലാസിക് പെർഫോമൻസ് തന്നെ പുറത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റ്മാൻ ഇമ്പോർട്ടൻ്റ് തന്നെയായിരുന്നു, പക്ഷേ ബാറ്റ്മാനേക്കാളും കൂടുതൽ ഫോക്കസ് ബ്രൂസ് വെയിൻ്റെ ഉള്ള ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൻ്റെ ആയിരുന്നു. ഇനി ബെൻ അഫ്ലെക്ക്, സാക് സ്നൈഡറും ജോസ് വേഡനും ഡയറക്ടേഴ്സ്. ബ്രൂസ് വെയിനും ബാറ്റ്മാനെയും കറക്റ്റ് ബാലൻസ് ചെയ്തെടുക്കാൻ സാക് സ്നൈഡറിന് സാധിച്ചിട്ടുണ്ട്. ബെൻ അഫ്ലെക്കിനും ആ 2 ക്യാരക്ടേഴ്സും നല്ല രീതിയിൽ പോർട്രേ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ബട്ട് പ്രോബ്ലം സ്ക്രീൻ ടൈമിലായിരുന്നു. കാരണം ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാനിലാണെങ്കിലും ഇനിയിപ്പോൾ 2 ജസ്റ്റിസ് ലീഗിലാണെങ്കിലും അതിൽ 7 അതർ സൂപ്പർ ഹീറോസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്റ്മാനുള്ള സ്ക്രീൻ ടൈം വളരെ കുറവായിരുന്നു. ഇതിൽ പിന്നെ ജോസ് വീഡൻ്റെ ജസ്റ്റിസ് ലീഗിനെ കുറിച്ച് അധികം പറയാണ്ടിരിക്കുന്നതാണ് നല്ലത്. ബെൻ അഫ്ലെക്കിന് കുറേ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. സാക് സ്നൈഡർ ഒരു സോളോ ബാറ്റ്മാൻ മൂവി ചെയ്യുകയാണെങ്കിൽ അടിപൊളി ആയെന്നെ. ബട്ട് നമുക്ക് അതിനുള്ള യോഗമില്ല, പിന്നെ ബെൻ അഫ്ലെക്കിന് അതിനുള്ള യോഗമില്ല. അല്ലെങ്കിൽ നല്ലൊരു ബാറ്റ്മാൻ മൂവി നമുക്ക് കിട്ടിയാണ്. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, മാറ്റ് റീവ്സ് ആൻഡ് റോബർട്ട് പാറ്റിൻസൺ. റീവ്സ് ക്രിസ്റ്റഫർ നോളൻ്റെ പോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ബട്ട് ആ റിയലിസ്റ്റിക് ആസ്പെക്റ്റ് ബ്രൂസ് വെയിനേക്കാൾ കൂടുതൽ ബാറ്റ്മാനിലാണ് കണ്ടത്. അതും ബാറ്റ്മാൻ്റെ ഉള്ളിലെ ആ ഡിറ്റക്റ്റീവ് സൈഡ്. അതുകൊണ്ട് തന്നെ പാറ്റിൻസൻ്റെ ബാറ്റ്മാൻ ഒരു കംപ്ലീറ്റ് ബാറ്റ്മാനാണ്. ബ്രൂസ് വെയിൻ പറയുന്ന ഹ്യൂമൻ ടച്ച് എവിടെയോ നഷ്ടപ്പെട്ടു പോയ ഒരു ഫുള്ളി തൻ്റെ പാരൻസിൻ്റെ ഗ്രേവിയാണ് മുമ്പിൽ കൊടുത്ത ഒരു വാക്ക് കാരണം മാത്രം മുന്നോട്ട് പോകുന്ന ഡിറ്റക്റ്റീവ് സൈഡ് കൂടുതലുള്ള ഒരു ഡാർക്ക് നൈറ്റ് ആയിട്ട് നമ്മുടെ പാറ്റിൻസൻ്റെ ബാറ്റ്മാനെ കാണാം. സോ ഇനി നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് പോവുകയാണെങ്കിൽ ബെസ്റ്റ് ബ്രൂസ് വെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്ത്യൻ ബെയിലാണ്. ബെസ്റ്റ് ബാറ്റ്മാൻ റോബർട്ട് പാറ്റിൻസൺ. ഇത് രണ്ടും കൂടി ഒന്നിച്ച് പോകുന്നത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് ബെൻ അഫ്ലെക്കാണ്. ഇതൊരിക്കലും ആക്ടേഴ്സ് ഈ ആക്ടറാണ് നല്ലത്, ആ ആക്ടറാണ് നല്ലത് അങ്ങനെയുള്ള ഒരു കമ്പാരിസൺ വീഡിയോ അല്ല. ഇത് ഡയറക്ടറിൻ്റെ പെർസ്പെക്റ്റീവിനെ പറ്റിയുള്ള ഒരു കമ്പാരിസൺ ആണ്. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ബൈ.